ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളും അവിടെ എത്തിയതിന് ശേഷമുള്ള വിശേഷങ്ങളും റേഷനരി കൊണ്ടൊരു മജ്ബൂസുമാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ പുറപ്പെട്ടത്. ഞാനും മോനും കൂടിയാണ് പോയത്. ഉച്ചയ്ക്ക് ശേഷമാകുമ്പോൾ അവിടെ അമ്മൻ്റെ അടുത്ത് ഒരു ദിവസം നിൽക്കുകയും ചെയ്യാമല്ലോ. മോന് ക്ലാസ് തുടങ്ങിയാൽ പിന്നെ അവനെ കിട്ടൂല. അപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കാൻ പോകുമ്പോൾ അധികവും ഞാനും ഓനും കൂടിയാണ് പോവാറ്. ഞായറാഴ്ച ആകുമ്പോൾ പെട്ടെന്ന് പോയി പോരുന്ന സമയമാണെങ്കിൽ മാത്രമേ എൻ്റെ കൂടെ വരാറുള്ളൂ. ഞാനും മോനും തന്നെ അധികവും വീട്ടിൽ പോവാറുള്ളത്. ഹൈലൈറ്റ് മാൾ ദൂരേന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ? കുറേ ആയി, ഇപ്പോൾ ഒരു 5-6 മാസമെങ്കിലായി ഉണ്ടാവുമ്പോൾ നമ്മളൊക്കെ അവിടെ പോയിട്ട്. ഞാനെപ്പോൾ ഹൈലൈറ്റ് പോയാലും ഹോം സെൻറ്ററിലാണ് അധികവും കയറാറ്. ഒന്നും വാങ്ങിയില്ലെങ്കിലും അവിടെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു 15 കിലോമീറ്ററിൻ്റെ ദൂരമുണ്ട്. പോകുന്ന വഴിയിൽ കാണാൻ ഒരുപാട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. പോകുന്ന വഴി തന്നെ അവിടെ ഒരു പുഴയുണ്ട്. സമയമുണ്ടെങ്കിലൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് അതിൻ്റെ അടുത്ത് പോയി നിൽക്കും. പുഴ അങ്ങനെ സുന്ദരിയായി ഒഴുകുന്നത് കാണാൻ തന്നെ മനസ്സിനൊരു സുഖമാണ്. മാമ്പുഴ എന്നാണ് ഈ പുഴയുടെ പേര്. ഇതിൻ്റെ ഭംഗി കെടുത്തുന്ന ചില കാഴ്ചകളും അവിടെ തന്നെ ഉണ്ട്. ഫ്രൂട്ട്സ് കട കണ്ടപ്പോൾ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടേനി ചട്ടി വെക്കണ ഒരു പീടിയ. അവിടുന്ന് ഒരു ചെറിയ മൺചട്ടിയും വാങ്ങി. ചട്ടികൾ കണ്ടാൽ പിന്നെ എനിക്ക് അവിടുന്ന് ഒന്നെങ്കിലും വാങ്ങാതെ പോരാൻ പറ്റില്ല. ഒരു മണിക്കൂർ കൊണ്ട് തന്നെ വീട്ടിലെത്തി. പിന്നെ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് മോൻ്റെ കളിയൊക്കെ കണ്ടു നിന്നു. എൻ്റെ ആങ്ങൾക്ക് കുറച്ച് മുമ്പ് ഒരു അക്വേറിയത്തിൻ്റെ ഒരു ഭ്രാന്തുണ്ടേനി. അതിൽ കുറേ മീൻ വളർത്തലൊക്കെ ആയിട്ട് ലാസ്റ്റ് വന്ന 2-3 അക്വേറിയം മീനുമാണത്. ആങ്ങളുടെ 4 വയസ്സായ മോനാണത്. മൂപ്പർക്ക് പിന്നെ 24 മണിക്കൂറും കാർട്ടൂൺ കാണുന്നത് തന്നെ തൊഴിൽ. പിന്നെ ഞങ്ങൾ വയലിലേക്കാണ് പോയത്. വീടിൻ്റെ ബാക്കിൽ തന്നെ ആണുള്ളത്. അവിടെ ആണെങ്കിൽ എണ്ണ കാച്ചാൻ പറ്റിയ എല്ലാവിധ അധിക മരുന്നുണ്ട്. ഉമ്മക്കാണെങ്കിൽ അതൊക്കെ അറിയുകയും ചെയ്യാം. ഇവിടെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടെങ്കിലും 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ വെള്ളം കയറും. ഇവിടെ വയൽ പ്രദേശമായതുകൊണ്ട് ഇവിടെയുള്ള അടുത്തുള്ള തൈത്തെങ്ങുമ്മൽ വരെ നല്ല കായുണ്ട്. ഇവിടെ മടത്തിൻ്റെ മുറ്റത്ത് കുറേ കഞ്ഞെണ്ണ ഉണ്ട്. ഇനി അത് ഉമ്മ പോയി പറിച്ചിട്ടുണ്ട്. ഞങ്ങളാരും അങ്ങോട്ട് പോയില്ല, ഉമ്മയാണ് പോയത്. ഇതിന് ചിലവർ കഞ്ഞുണ്ണി, കയ്യോന്നി, ബൃങ്ക അങ്ങനൊക്കെ പേരുണ്ട്. ഞങ്ങളിവിടെ കഞ്ഞെണ്ണ എന്നാണ് പറയുക. ഇനി ഇവിടെ മതിൽമേൽ കുറച്ച് വെള്ളമുത്തലുണ്ട്. ഇനി അതൊരു ഔഷധമാണ്. നമ്മൾ എണ്ണ കാച്ചാനൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പൂവാങ്കുറുന്നലാണ് എണ്ണ കാച്ചാൻ എടുത്തത്. ഉമ്മ പറഞ്ഞ് ഈ തെങ്ങിൻ്റെ ഒരു 1000 കാച്ചി എന്നാണ്. എന്തുകൊണ്ടാ അപ്പം അങ്ങനെ പേര് വന്നോന്നൊന്നും ഉമ്മ പറഞ്ഞതുമില്ല. പിന്നെ വീട്ടിലെത്തി ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കായി. കഴിഞ്ഞ ആഴ്ച ഈ റേഷനരി കൊണ്ട് മജ്ബൂസ് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നാൽ അങ്ങനെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം, നമുക്ക് ഷൂട്ട് ചെയ്യുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ ആങ്ങളുടെ മോള് തന്നെയാണ് ഉണ്ടാക്കാൻ പുറപ്പെട്ടതും ഉണ്ടാക്കിയതൊക്കെ. ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് എന്നിവയൊക്കെ തേച്ച് 1/2 മണിക്കൂർ മുന്നേ തേച്ച് പിടിപ്പിച്ച് വെച്ചത്. അതിനി കുറേശ്ശായിട്ട് പൊരിച്ചെടുക്കാം. ഇപ്പം എല്ലാ വീട്ടിലും റേഷനരി ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതുകൊണ്ട് ബിരിയാണിയും മജ്ബൂസും കപ്സയൊക്കെ വെച്ച് നമുക്ക് ആ അരി അങ്ങോട്ട് തീർക്കാം.
ഇനി മജ്ബൂസ് റെഡിയാക്കാനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു എന്നിവ ഇട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 തക്കാളി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മാഗി ക്യൂബ് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടീസ്പൂൺ കപ്സ മസാലപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്തതിന് ശേഷം ഒരു പാത്രം അരിയാണെങ്കിൽ അതേ അളവിനുള്ള തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് മൂടി വെച്ച് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. 1 കിലോ റേഷൻ അരി ചൂടുവെള്ളത്തിൽ കഴുകി കുതിർത്തതിന് ശേഷം ഊറ്റി വെച്ചതാണിത്. ഇത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം ഒരു വിസിൽ വരുന്നത് വരെ മൂടി വെക്കാം. വിസിൽ വരാനാവുമ്പോഴാണ് ഫ്ലെയിം ഓഫ് ആക്കേണ്ടത്. കുക്കറിൽ ആവി പോയതിനു ശേഷം തുറന്നു വെച്ച് ഈ പൊരിച്ചു വെച്ച ചിക്കൻ മിക്സ് ചെയ്യാം. ചിക്കൻ മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റുള്ളൊരു മജ്ബൂസ് ആയിരുന്നു. എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭക്ഷണമൊക്കെ പിന്നെ കഴിച്ച് ഒരുപാട് ടൈം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും ഉറങ്ങിയത്. രാവിലെ 9 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം തിരിച്ചു പോന്നു വീട്ടിലേക്ക്. വീടെത്തുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഞങ്ങൾ പോരുമ്പോൾ ഒരു പാസ് ചെയ്ത് പോയ ഒരാൾ പറഞ്ഞതാണ്, ശ്രദ്ധിച്ച് പോയിക്കോളി, അവിടെ ഒരു പാമ്പുണ്ട് എന്ന്. ഞങ്ങൾ വെറുതെ ക്യാമറ ഓണാക്കിയതാണ്. ഇത്രയും വലിയൊരു കാഴ്ച ആയിരിക്കുമെന്ന് കരുതിയില്ല. ശരിക്കും പേടിച്ച് ഞങ്ങൾ. കുറച്ചുകൂടി മുന്നോട്ട് പോയി ഒരു കുതിര പുല്ലെന്ന് കണ്ടപ്പോഴാണ് മനസ്സ് ശരിക്കൊന്ന് റിലാക്സ് ആയത്. 10 മണിയോട് കൂടി തന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.